ഹലോ ഹായ് നമസ്കാരം. കുരുതി എന്ന സിനിമ പല തരത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ വീഡിയോയിൽ പക്ഷേ ആ സിനിമയുടെ ഒരു പ്ലോട്ട്, കാരണം ഒരുപാട് സോഷ്യൽ മീഡിയ ഡിസ്കഷനുകളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കഥാപാത്രത്തിൻ്റെ ബേസിക് സ്വഭാവം എന്താണ് എന്നുള്ളത് പോലും വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പലതും തെറ്റായി ഞാൻ സിനിമ കണ്ട ഒരു രീതി വെച്ചിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആദ്യം തന്നെ പറയാം, സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഇഷ്ടംപോലെ സ്പോയിലേഴ്സ് ഉണ്ടാവും. ആൻഡ് സിനിമ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും പ്രധാനമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമയ്ക്ക് വേണ്ടി, ഈ സിനിമയുടെ കഥ പറയാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത ആ ഒരു ലൊക്കേഷനാണ്. അവിടെ മനുഷ്യർ ശരിക്കും സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ പ്രകൃതിയിൽ ജീവിച്ചു പോകാൻ, നിലനിന്ന് പോകാൻ ഒരുപാട് പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഉരുൾപൊട്ടലുണ്ടായി സ്വന്തം കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളെ നഷ്ടപ്പെട്ട 2 കുടുംബങ്ങൾ വീണ്ടും താമസിക്കുന്ന ആ ഒരു ഇടം. അവിടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്നു, അതേസമയം ഒരു സഹകരണം നടക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരേ സമയം ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിരുന്ന ഒരു കടന്നൽ കൂടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ മനുഷ്യൻ്റെ ഉപകാരത്തിനെത്തുന്നത് എന്നും നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. മൂസാക്ക എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ, ഒരു കെടുതിയിൽ നിന്ന് അടുത്ത കെടുതിയിലേക്ക് പോകുമ്പോൾ അവിടെ ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിരാശയുണ്ട്, അവിടെ പ്രണയമുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ സഹതാപമുണ്ട്, അവിടെ ദേഷ്യമുണ്ട്, അവിടെ മാനുഷികമായ എല്ലാ വികാരങ്ങൾക്കും ഇടമുണ്ട്. വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എനിക്കെൻ്റെ മതം, ഞാൻ അതുമായി ജീവിക്കുന്നു, അവരവരുടെ മതവുമായിട്ട് ജീവിച്ചോട്ടെ, അവരുടെ വിശ്വാസങ്ങളുമായി ജീവിച്ചോട്ടെ എന്ന് കരുതുന്ന ആളുകളാണ്. ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത് വരെ മാത്രം. നമുക്കിനി ഈ സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഇബ്രു എന്ന കഥാപാത്രം, ഇബ്രാഹിം, റോഷൻ മാത്യു അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രമാണ്. അയാളെ നമ്മൾ ഈ സിനിമയിൽ ആദ്യം കാണുമ്പോൾ അയാളുടെ പാസ്റ്റിലാണ്, അയാളുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അയാൾക്കൊരു മകളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു. അറക്കാൻ, കുരുതി കൊടുക്കാൻ കാത്തുവച്ചിരിക്കുന്ന ഒരാടിനെ ചൊല്ലിയാണ് അവിടെ അച്ഛനും മകളും തമ്മിലൊരു സംസാരം വരുന്നത്. ഇവളെ കൊല്ലണ്ട, പക്ഷേ ഇവളെ നമ്മൾ ദൈവത്തിന് നേർന്നതല്ലേ എന്ന് ആ അച്ഛൻ പറയുന്നുണ്ട്. അത് തന്നെയല്ലേ സിനിമയുടെ അവസാനം വരെയും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടിയുള്ള കൊല, ദൈവത്തിന് വേണ്ടിയുള്ള സംരക്ഷിച്ച് പിടിക്കൽ, എല്ലാം ദൈവത്തിന് വേണ്ടി. മനുഷ്യന് പ്രൊവൈഡ് ചെയ്യുന്ന ഈ പ്രകൃതി, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും പ്രകൃതിക്ഷോഭത്തിൽ സ്വന്തം മകളെയും ഭാര്യയും നഷ്ടപ്പെട്ടതിന് ശേഷം ഇബ്രാഹിം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിമിനെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വളരെയധികം ചിന്തകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിന് 3 മണിക്ക് അടിക്കുന്ന അലാറം ഓഫ് ചെയ്യുമ്പോൾ അയാൾ രാത്രി മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉറക്കമില്ലാതാവുന്ന അയാളോട് പള്ളിയിലിരിക്കുന്ന പ്രായമായ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ ഉറക്കമൊന്നും ഇല്ലേ എന്ന്. അയാൾ ചോദിക്കുന്നത്, പടച്ചോൻ എന്താ ചില സമയത്ത് കൽപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. അപ്പോൾ ദൈവം എന്ന താൻ മുൻപ് പഠിച്ചു വച്ചിരിക്കുന്ന സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇതുവരെ പഠിച്ചതുമായി ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്ത, ഞാനും എൻ്റെ മകളുമൊക്കെ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് എന്നൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവുന്ന, എൻ്റെ മകളുള്ള ഇടത്തേക്ക് തന്നെ എനിക്ക് ഇനിയും പോകാൻ പറ്റുമോ, എൻ്റെ മകളെ ഇനിയും എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. നമ്മളെപ്പോഴും എന്തിൻ്റെയെങ്കിലും വളരെ കോറായിട്ടുള്ള ഒരു ആശയത്തിലേക്ക് ചിന്തിച്ച് പോകുന്തോറും നമ്മളൊരു സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തുടക്കത്തിൽ നമ്മൾ ഏതൊരു മതഗ്രന്ഥമെടുത്ത് നോക്കിയാലും അതിനൊരു ചെറിയ വഴികാട്ടിയുടെ റോള് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും. അയാൾ ആ ഒരു ചിന്തയുടെ തുടക്കത്തിലാണ്. അയാൾ മനുഷ്യരെ സ്നേഹിക്കുന്നത് അയാൾ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടല്ല. അത് സുഹൃത്തായ പ്രേമനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും, അയാളുടെ സഹോദരി തന്നെ പ്രണയിക്കുന്ന സുമയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും, മറ്റാരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അയാൾ എല്ലാവരെയും മനുഷ്യരായിട്ടാണ് കാണുന്നത്. എന്നാൽ അതേസമയം മതം പറയുന്ന ചിന്തകളിലൂടെയാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ മേശപ്പുറത്തിരിക്കുന്ന മതഗ്രന്ഥം വായിച്ച് തീർത്ത് അടച്ചു വെച്ചതുപോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴും അയാൾ വായിക്കുന്നത് മതത്തെ സംബന്ധിക്കുന്ന, തൻ്റെ സത്യാന്വേഷണത്തെ സഹായിക്കുമെന്ന് തോന്നുന്ന ഒരു ഗ്രന്ഥമാണ്. അതേസമയം അയാളുടെ അച്ഛൻ മൂസാക്കയിലേക്ക് നമ്മൾ പോകുമ്പോൾ, മൂസ ഖാദർ, അയാളൊരു ഡ്രൈവറായിരുന്നു, വേട്ടക്കാരനായിരുന്നു, കൊല്ലിനും കൊലയ്ക്കും ഒക്കെ കൂട്ടുനിന്നതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഒരുപക്ഷെ കണ്ടു തീർത്ത ഒരാളാണ്. അയാൾ TV കാണുന്നുണ്ട്, അയാൾ പാട്ടും ഡാൻസും കാണുന്നുണ്ട്. അയാൾ മകനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവളെ കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പം എന്ന്. മതം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റൊക്കെയാണ്. അതുമായി വിശ്വസിച്ചൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
പക്ഷേ അതിലും വലുതാണ് മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് അയാൾ എത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് വന്നു കയറിയ ആളുകൾ ആദ്യം മുതലേ മതത്തിൻ്റെ പേരിൽ നമ്മൾ ഒന്നാണ് എന്ന് വാദിക്കുമ്പോഴും ഇതെൻ്റെ വാപ്പ പണിത വീടാണ്, അവിടെ കയറി ഒരുത്തനും കൊള്ളരുതായ്മ കാണിക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത്, അതുപോലെ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല അയാളുടെ ഉദാഹരണങ്ങളെല്ലാം മനുഷ്യൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചിന്തകളിൽ നിന്നുകൊണ്ടാണ്. മകനെ അയാൾ ആദ്യം കുറ്റപ്പെടുത്തുമ്പോൾ ആ മൊബൈൽ ഫോൺ എടുത്ത് മുഖത്ത് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ട് സ്വന്തം ശരീരത്തെ സുഖിപ്പിച്ചോളൂ എന്നാണ്. തൻ്റെ ജീവിതം ഏത് അവസ്ഥയിൽ എത്തി എന്ന് പറയുമ്പോഴും അയാൾ അതിനെ ലൈംഗികതയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ ഉദാഹരിക്കാൻ അയാൾ ദൈവങ്ങൾക്ക് പിന്നാലെ പോകുന്നില്ല. അവിടെ ഉദാഹരിക്കാൻ അയാൾ ഒരു മതഗ്രന്ഥത്തിൻ്റെയും സഹായം തേടുന്നില്ല. അയാളുടെ മകൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഒരുപക്ഷെ അയാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു പോയിട്ടുണ്ടാവും. ആ കുടുംബത്തിലെ അടുത്ത കഥാപാത്രം റസൂൽ എന്ന നസ്ലൈൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രമാണ്. നസ്ലൈനെ ആദ്യം സിനിമയിൽ കാണിക്കുമ്പോൾ തന്നെ അയാൾ വായിക്കാൻ വെച്ചിരിക്കുന്ന പുസ്തകം ഫാസിസ്റ്റ് കാലത്തെ വിശ്വാസി എന്നാണ്. നാട്ടിലുള്ള കരീം എന്ന വ്യക്തിയുമായി അയാൾക്കുള്ള സൗഹൃദം, കരീം അറേഞ്ച് ചെയ്യുന്ന ക്ലാസ്സുകളിൽ അയാൾ പങ്കെടുക്കുന്നു. കരീം പുറത്ത് വളരെ ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള എല്ലാ മതത്തിലുമുള്ളവർ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരാളായി നമ്മൾ കാണുമ്പോഴും അയാൾ ഈ കുട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പലതരം വിശ്വാസങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ എന്ന കഥാപാത്രത്തിൻ്റെ പ്രായത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും അരക്ഷിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ആരും തയ്യാറല്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഓൾറെഡി ഒരു കൗമാര യൗവന ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ടല്ലോ, അവിടെ നിൽക്കുന്ന ഒരാൾ മിക്കവാറും അനുഭവിക്കാനിടയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്, സ്വയം ചോദിക്കലുകളുണ്ട്. എന്താ ഈ ലോകം ഇങ്ങനെ, എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ? ആ ചിന്തകളുടെ കൂടെ ഈ അരക്ഷിതാവസ്ഥ കൂടി അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ കുട്ടികൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് മുതലെടുക്കാൻ മുന്നിട്ടിറങ്ങുന്നവർ ഉപയോഗിക്കുന്നത്. വളരെ ക്ഷുഭിതനായ ഒരു പയ്യനായിട്ടാണ് നമ്മൾ റസൂലിനെ കാണുന്നത്. ഇത് പഴയ കാലമൊന്നുമല്ല എന്ന് വാപ്പയെ വെല്ലുവിളിക്കുന്നത് മുതൽ ലായിക്കിൻ്റെ കയ്യിൽ നിന്ന് കത്തിയേറ്റ് വാങ്ങുന്നത് വരെയും അയാളിൽ ഇൻജക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന അരക്ഷിത ബോധം, എനിക്കും ഹീറോ ആവണം, നമ്മുടെ നാട്ടുകാർക്ക് തെളിയിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ അയാളിൽ അരക്കിട്ടുറപ്പിക്കുന്നത് കരീമാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന കഥാപാത്രം പ്രേമൻ്റെ കഥാപാത്രമാണ്. പ്രേമനും ഇബ്രുവിനെ പോലെ അവൻ്റെ കുടുംബത്തെ, അവൻ്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ടയാളാണ്. ജോലി ചെയ്ത് കിട്ടുന്ന കാശുമായിട്ട് ജീവിക്കുക, മദ്യപിക്കുക, ബോധമില്ലാതിരിക്കുന്നത് അയാളുടെ സങ്കടത്തിൻ്റെ ഭാഗമായിട്ടാണ്. സങ്കടങ്ങൾ മറന്ന് ബോധമില്ലാതെ കിടക്കണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കഥാപാത്രത്തിനെ നമ്മൾ കാണിക്കുമ്പോഴും അയാൾ ഒരു കടുത്ത വിശ്വാസിയായിട്ടല്ല സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. കാവിലെ പാമ്പിറങ്ങിയിട്ടുണ്ട് എന്ന് സുമ അയാളുടെ സഹോദരി പറയുമ്പോൾ പിന്നെ പാമ്പ് ആധാർ കാർഡും കഴുത്തിലിട്ട് നടക്കുകയല്ലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഈ കടുത്ത വിശ്വാസങ്ങളോടുള്ള അയാളുടെ പുച്ഛമാണ്. അയാളുടെ കണ്ണിലും എല്ലാവരും മനുഷ്യരാണ്. നമ്മളൊക്കെ തന്നെയല്ലേ എന്ന് അയാൾ ചോദിക്കുന്നത്. കുറച്ച് തീവ്ര സ്വഭാവമുള്ള ആളുകളാണ് പുറത്ത് നിൽക്കുന്നത് എന്നറിഞ്ഞിട്ടും അയാൾ രക്ഷയ്ക്ക് വേണ്ടി ഓടിക്കയറുന്നത് ഇബ്രുവിൻ്റെ വീട്ടിലേക്കാണ്. അല്ലെങ്കിൽ അയാൾക്ക് കാട്ടിലേക്ക് ഓടി പോകാമായിരുന്നു. പ്രേമൻ ഏറ്റവും അവസാനം വെടിവെക്കുന്നത് പോലും സ്വന്തം സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ മതത്തിന് വേണ്ടി അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അടുത്തതാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. ഈ കഥാപാത്രത്തെ റീഡ് ചെയ്യുന്ന കാര്യത്തിലാണ് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ചർച്ചകളിൽ പാളിപ്പോകുന്നതെന്ന് എനിക്ക് തോന്നി. സുമ എന്ന കഥാപാത്രം കടുത്ത ഭക്തയായ ഒരു സ്ത്രീയായിട്ടാണ് അവരെ നമ്മൾ കാണുന്നത്. വളരെയധികം സ്നേഹിക്കുന്ന ഇബ്രുവിൻ്റെ വീട്ടിൽ താമസിക്കാം, വേണമെങ്കിൽ ഞാൻ മതം മാറാം എന്ന് പറയുമ്പോഴും എനിക്ക് രഹസ്യമായി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഇബ്രുവിനോട് സ്നേഹമുണ്ടാവാം. തൊട്ടപ്പുറത്തെ വീട്ടിൽ സ്ത്രീകളാരും ഇല്ലാത്ത വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ആഹാരം പാചകം ചെയ്തെത്തിക്കുന്ന ഒരു നന്മ നിറഞ്ഞ സ്ത്രീയായിട്ടാണ് തുടക്കത്തിൽ നമുക്ക് അവരെ അനുഭവപ്പെടുന്നതെങ്കിലും നമ്മൾ ഈ സിനിമയുടെ ഒരു ടൈം ലൈൻ എടുത്തു നോക്കുമ്പോൾ അവിടെ സുമ അവരോട് കാണിക്കുന്ന സ്നേഹം വെറും സ്വാർത്ഥത മാത്രമാണ്. അതും സ്വന്തം മതത്തിൽപ്പെട്ട ഒരാളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തുള്ള സ്വാർത്ഥത. ഇതിപ്പോൾ 2 ദിവസം ആയല്ലോ തുടങ്ങിയിട്ട്, എന്താ സംഭവം എന്നാണ് സുമ വീട്ടിലേക്ക് ആഹാരം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഇബ്രു പ്രേമനോട് ചോദിക്കുന്നത്. ആ അമ്പലത്തിലെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് എന്നും പ്രേമൻ മറുപടി പറയുന്നുണ്ട്. സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ സുമ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനാണ് ഈ 2 ദിവസം അവന് ഒരു നേരത്തെ ആഹാരം കൊടുത്തതെന്ന്. ഒരു നേരത്തെ ആഹാരം എന്നൊക്കെ ഒരു രസത്തിനങ്ങ് പറയുന്നതാണെങ്കിലും 3 നേരം ഭക്ഷണം ഉണ്ടാക്കി ഇബ്രുവിൻ്റെ വീട്ടിലേക്ക് അവൾ എത്തിക്കുന്നുണ്ട്. ഇബ്രുവിൻ്റെ വീട്ടിലേക്ക് ആഹാരം കൊടുക്കാൻ പോകുന്ന സമയങ്ങളിലാണ് ഈ ഒളിച്ചു താമസിച്ചിരുന്ന വിഷ്ണുവിന് ആഹാരം കൊടുത്തതെന്ന് കരുതും. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് 3 ദിവസങ്ങൾക്കുള്ളിലാണ്. അമ്പലത്തിലൊരു പ്രശ്നം നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു ഹർത്താൽ നടക്കുന്നു. ഹർത്താലിൻ്റെ അന്ന് ഈ പ്രസൻറ്റ് ഡേ അല്ലെങ്കിൽ പ്രസൻറ്റ് നൈറ്റിൻ്റെ 2 ദിവസം മുമ്പ് കൊല നടക്കുന്നു. അതിനുശേഷം പ്രതിയെ കാണുന്നില്ല. അതായത് ഈ കൊല നടത്തിയതിന് ശേഷം ഒരു കടക്കാരനെ അബദ്ധവശാൽ എന്ന് പറയപ്പെടുന്നു അയാൾ കൊന്നതിന് ശേഷം സുമയുടെ വീട്ടിൽ നിന്ന് ഇബ്രുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എവിടെയോ അയാൾ ഒളിവിൽ താമസിക്കുകയാണ്. അയാൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന സമയത്ത് പുറത്തു നിന്ന് ആരെങ്കിലും കണ്ടാൽ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഇബ്രുവിൻ്റെ വീട്ടിലേക്ക് ആഹാരവുമായി പോകുന്നു. ആ പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ആഹാരം കൊടുത്തിട്ട് പോയാൽ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോയാൽ ആരും സംശയിക്കില്ല. സുമ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്ന സ്നേഹം ഔദാര്യമോ കടമയോ ഒന്നുമല്ല.
അവരുടെ സ്വാർത്ഥതയാണ്. പല ഘട്ടങ്ങളിലും അവനൊരു കുട്ടിയല്ലേ, നമ്മുടെ റസൂലാണെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ലേ എന്നൊക്കെ സുമ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആളെ അയാളുടെ ന്യായത്തെ സ്വാർത്ഥതയുടെ പേരിൽ സഹായിക്കുകയാണ്. മാത്രമല്ല സുമ ഇബ്രുവിനോട് നമുക്ക് വിവാഹം കഴിച്ചൂടെ, ഞാൻ വേണേൽ മതം മാറാം എന്ന് പറയുന്ന ഘട്ടത്തിൽ സുമ പറയുന്നത് ഞാൻ മുറിയിലൊരു വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചോളാം, ആരും അറിയില്ല എന്നാണ്. ആ ആരും അറിയില്ല എന്നുള്ള സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം വിഷ്ണുവിന് ഇബ്രുവിൻ്റെ വീട്ടിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്ന വഴിക്ക് ഫുഡ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ആരും അറിയാതെ ഈ രഹസ്യം കാത്തു സൂക്ഷിക്കുക, കുറച്ച് കള്ളത്തരം കാണിക്കുക എന്ന് പറയുന്നൊരു കാര്യം അത് സുമയുടെ സ്വഭാവത്തിലുള്ളതാണ്. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ആ പയ്യനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന തോന്നലിൻ്റെ പുറത്താണ് ലായിക്കിന് ആഹാരം എടുത്തു കൊടുത്ത് ഒരു നുണ പറഞ്ഞുകൊണ്ട് വിഷ്ണു ഇരിക്കുന്ന മുറിക്കകത്തേക്ക് സുമ കയറി പോകുന്നത്. മറ്റൊരു പ്രധാന കഥാപാത്രം സത്യൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, മുരളി ഗോപി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്റ്റൈലും ക്യാരക്ടറിൻ്റെ സ്വഭാവ സവിശേഷതകളും പരിഗണിക്കുമ്പോൾ അയാളെ നമുക്കൊരു സിസ്റ്റമായിട്ട് കാണാം. രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ പല കാരണങ്ങളുടെ പേരിൽ, അത് എന്ത് ചെറിയ കാരണമാണെന്ന് ആരെങ്കിലും ഒരാൾ ന്യായീകരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാകുമ്പോൾ അവിടെ സിസ്റ്റം ഇടപെടും, ഗവൺമെൻറ് ഇടപെടും. ആ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് സത്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം സത്യനെ അയാളുടെ മതം പറഞ്ഞുകൊണ്ട്, ജാതി പറഞ്ഞുകൊണ്ട് അയാളെ കൂടെ നിർത്താൻ വേണ്ടി വിഷ്ണുവിൻ്റെ കഥാപാത്രം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും അയാൾ വിട്ടുകൊടുക്കുന്നില്ല. കാരണം ഇത് നിയമം തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. ലായിക്കിനൊപ്പം നിൽക്കുമ്പോൾ അയാളോട് വില പേശുമ്പോൾ തനിക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും അയാൾ വീണ്ടും നിയമത്തിനൊപ്പം നിൽക്കാനാണ് സ്വന്തം ജീവൻ വരെ ബലി കഴിച്ചുകൊണ്ട് ശ്രമിക്കുന്നത്. പിന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം, പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം വരുന്നത്. ലായ്ക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടൈം മുതൽ പറയുന്ന പല കാര്യങ്ങളും ഓൾറെഡി നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളതായിരിക്കാം. എന്തായാലും വിഷ്ണു കുത്തിക്കൊല്ലുന്ന കടക്കാരൻ എന്ന് പറയുന്നത് ലായിക്കിൻ്റെ അച്ഛനാണ്. സ്വന്തം അച്ഛനു വേണ്ടിയുള്ള പ്രതികാരം ചെയ്യൽ മാത്രമല്ല ലായിക്കിൻ്റെ ലക്ഷ്യം. ഇന്ന മതത്തിൽപ്പെട്ടയാളായതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേട്ടയാടലിൽ സ്വന്തം അച്ഛൻ മരിച്ചു എന്നുള്ളതുകൊണ്ട് ഇത് സമുദായത്തിൻ്റെ പ്രശ്നമായി കാണണം എന്നൊരു ചിന്ത അയാളിലുണ്ട്. അത് തന്നെയാണ് അയാൾ ഓരോ നിമിഷവും ഇബ്രുവിനോടും കുടുംബത്തോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലായിക്കിന് ഒരിക്കൽ പോലും താൻ ചെയ്യുന്നത് ഒരു തെറ്റായി അനുഭവപ്പെട്ടിട്ടില്ല. പലയിടങ്ങളിലും അയാളുടെ മാനറിസംസ്, വാഹനത്തെ ചേസ് ചെയ്തുകൊണ്ട് ഓടുന്നത്, ഫൈറ്റ് സീക്വൻസ്, അവിടെയൊക്കെ നോക്കുമ്പോഴും വളരെ മൃഗീയമായിട്ടുള്ള, മനുഷ്യനെന്ന് പറയുന്ന ചിന്തിക്കാൻ ശേഷിയുള്ള ജീവിയിൽ നിന്ന് ഒരുപാട് മാറിയുള്ള ഒരു ചലനമൊക്കെ ആയിട്ടാണ് പൃഥ്വിരാജ് അതിന് കൊടുത്തിട്ടുള്ള പ്രത്യേക ഭാവങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് തോന്നുക. മതം കൊണ്ട് ഭ്രാന്ത് പിടിച്ച ഒരു മൃഗം. എന്നാൽ അതേസമയം പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും, പ്രത്യക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്നില്ലെങ്കിലും, പ്രേമനെയും ഇബ്രുവിനെയും ഒരു പരിധിവരെ മൂസയെയും മാറ്റി നിർത്തിയാൽ എല്ലാവരിലും അവർ ചെയ്യുന്ന നന്മയിലും തിന്മയിലും കാരണമാവുന്നത് മതം തന്നെയാണ്. മതത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, തൻ്റെ മതത്തിൽപ്പെട്ട ആൾക്ക് വേണ്ടി എന്തും കുരുതി കൊടുക്കാൻ അവരെല്ലാവരും തയ്യാറാവുന്നുണ്ട്. ലായിക്കിനും കൂട്ടുകാരനുമുള്ള തീവ്രത മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റാത്തത്. വിഷ്ണു എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ കുറച്ചാണ് നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുക. ഒരു അമ്പലം അശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു എന്ന കഥാപാത്രത്തിൻ്റെ മുത്തശ്ശൻ വരെ ശാന്തിവേല ചെയ്തിരുന്ന അമ്പലമാണ്. ആ അമ്പലം അശുദ്ധമാക്കപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു ഹർത്താൽ നടക്കുന്നു. ആ ഹർത്താലിന് കടയടയ്ക്കാൻ തയ്യാറാവാതിരുന്ന ഒരു വൃദ്ധനെ വാക്കേറ്റത്തിനിടയിൽ, ഉന്തും തള്ളും നടക്കുന്നതിനിടയിൽ വിഷ്ണുവിന് കുത്തിക്കൊല്ലേണ്ടി വരുന്നു. കുത്തിക്കൊല്ലേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ആക്സിഡൻ്റലായി നടക്കുന്ന ഒരു സംഭവമായി നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. വളരെ നീണ്ട കാലമായി മതം ഇഞ്ചെക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. കാരണം അയാൾ പറയുന്ന കാര്യങ്ങളിൽ എല്ലാം വർഷങ്ങളായി അയാളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതചിന്തകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ആ കഥാപാത്രം പറയുന്ന എല്ലാ കാര്യങ്ങളെയും വളരെ ഒരു നെഗറ്റീവ് ഷെയ്ഡോടുകൂടി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 21-ാം നൂറ്റാണ്ടിൽ കൂടുതൽ പക്വതയോടുകൂടി കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് അയാൾ സംസാരിക്കുന്നത് ധർമ്മയുദ്ധത്തെക്കുറിച്ചാണ്. റിസർവേഷൻ കാരണമാണ് രക്ഷപ്പെടാത്തത് എന്ന മൂഢന്യായം അയാൾ മുന്നോട്ട് വെക്കുമ്പോൾ, ജീവൻ പോയാലും അതിൽ ഒരുത്തനെങ്കിലും ഞാൻ തീർക്കും എന്ന വെല്ലുവിളിയൊക്കെ അയാൾ നടത്തുമ്പോൾ അയാളുടെ ഉള്ളിലെ പക്വതയില്ലായ്മയെ കാലങ്ങൾ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നശിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ സിനിമയുടെ ഒരു ടൈം ലൈനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടാകുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. സിനിമയുടെ കഥ ആരംഭിക്കുന്നത് 1 വർഷം മുമ്പാണ്. നമ്മൾ ആ കാണുന്ന പ്രസൻറ്റ് നൈറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഡേയിൽ നിന്നാണ്. 1 വർഷം മുമ്പ് ഒരു രാത്രി ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയ കുറേ ആളുകൾ, 24ഓളം ആളുകൾ ഒരു മണ്ണിടിച്ചിലിൽ, ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെടുന്നു. അതിൽ പ്രേമൻ്റെയും ഇബ്രുവിൻ്റെയും കുടുംബാംഗങ്ങളുണ്ട്. മറ്റെല്ലാ ആളുകളും അവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറായിരുന്നു. പുനരധിവാസ പരിപാടി കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്ററൊക്കെ നമ്മൾ കുറേ ആളുകൾ ഇരിക്കുന്ന ഒരു പീടികയുടെ ഓപ്പോസിറ്റായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒട്ടിച്ചിരിക്കുന്ന കീറിപ്പോയ പോസ്റ്റർ ജോസഫ് എന്ന സിനിമയുടേതാണ്. 2019 ആ സിനിമ ഇറങ്ങുന്നത്. ഏകദേശം ആ ഒരു കാലഘട്ടം തന്നെയായിരിക്കാം സിനിമയിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രേമൻ്റെയും ഇബ്രുവിൻ്റെയും കുടുംബാംഗങ്ങൾ അവിടെ വിട്ടു പോകുന്നില്ല. അവരവിടെ തന്നെ തുടരുകയാണ്. അവർക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അങ്ങനെ ഇരിക്കെ 1 വർഷത്തിനിപ്പുറം അതിൻ്റെ ആണ്ടടുക്കാറാവുമ്പോൾ കുറച്ചു മാറി, എന്നാൽ അവരുടെ ഒരു പ്രദേശത്ത് എവിടെയോ ഒരു അമ്പലം അശുദ്ധമാക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിൽ വികാരമാളിക്കത്തിയ കുറേ ആളുകൾ ഒരു ഹർത്താൽ നടത്തുന്നു.
ആ ഹർത്താൽ ദിവസം കടയടയ്ക്കാൻ തയ്യാറാവാതിരുന്ന ഒരു വൃദ്ധനോട് തർക്കിക്കുന്നതിൻ്റെ ഭാഗമായി ഉന്തും തള്ളും ഉണ്ടാവുകയും വിഷ്ണു എന്ന യുവാവിന് ആ വൃദ്ധനെ കൊലപ്പെടുത്തേണ്ടി വരികയും ചെയ്യുന്നു. കൊലയ്ക്ക് ശേഷം തീർച്ചയായും ഒളിവിൽ പോകുക എന്നുള്ളതാണ് വിഷ്ണു ആദ്യം മുന്നിൽ കണ്ടിട്ടുണ്ടാവുക. കാരണം ഇവിടെ മതം ഒരു ഘടകമാകയാൽ തീർച്ചയായും പ്രത്യാക്രമണം ഉണ്ടാവും. വിഷ്ണു നേരെ പോകുന്നത് ഇബ്രുവും സുമയും ഒക്കെ താമസിക്കുന്ന ആ ഇടത്തേക്കാണ്. വിഷ്ണു ഒളിവിൽ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് സുമയ്ക്ക് ധാരണയുണ്ടായിരുന്നു. വിഷ്ണുവിന് ആഹാരം എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്തം സുമ ഏറ്റെടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കാൻ നിർബന്ധിതയാവുന്നുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും സുമ വിഷ്ണുവിന് ആഹാരം കൊടുക്കാനൊക്കെ തയ്യാറാവുന്നു. പക്ഷേ അങ്ങനെ ഒരാൾക്ക് മാത്രമായി പ്രത്യേകം ആഹാരം വെച്ചുണ്ടാക്കി എവിടെയോ കൊണ്ട് കൊടുക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും. ആ സംശയം ഒഴിവാക്കാൻ വേണ്ടി സുമ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഇബ്രുവിൻ്റെ വീട്ടിലേക്ക് ആഹാരവും കൊണ്ടുപോവുക. അവിടെ ആഹാരം കൊണ്ട് കൊടുക്കുന്ന വഴിക്ക് വിഷ്ണുവിന് ആഹാരം കൊടുക്കാം. അതൊരു 2 ദിവസം തുടർന്ന് ആ നാട്ടിലേക്ക് വിഷ്ണുവിനെ അന്വേഷിച്ച് പോലീസുകാരെത്തുകയാണ്. പോലീസുകാർ ആ കടയിലൊക്കെ അന്വേഷിച്ചു എന്നുള്ളത് രാവിലെ നിസ്കരിക്കാൻ പോകുന്ന ഇബ്രുവിൻ്റെ കൂടെയുള്ള ആളുകൾ, കരീമടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നത് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അന്ന് പോലീസ് ഇവരെ അന്വേഷിച്ച് വരികയുണ്ടായെങ്കിലും പിന്നീട് പോലീസുകാർ തിരിച്ചു പോയതിനെക്കുറിച്ച് അറിവില്ല. ആ സമയത്ത് തന്നെ പാലം തകരുകയും ചെയ്തു. പിന്നീട് പുറത്തേക്ക് കടക്കാൻ, ഈ പാലം വഴി അല്ലാതെ പുറത്തേക്ക് കടക്കാനുള്ളൊരു മാർഗ്ഗം കിണച്ചിൽ വഴിയാണ്. പക്ഷേ അതുവഴിയുള്ള പാതയെക്കുറിച്ച്, അങ്ങോട്ടുള്ള വഴിയെക്കുറിച്ച് ഇബ്രുവിനും സുമയ്ക്കും ഒക്കെയാണ് മിനിമം ധാരണയെങ്കിലും ഉള്ളത്. കാരണം അവിടെ ഇപ്പോൾ വലിയ മനുഷ്യവാസമൊന്നുമില്ല. എന്തായാലും പോലീസുകാർ വന്നതിന് ശേഷം സംഭവിച്ചത് സിനിമയുടെ പലയിടങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട്. മുരളി ഗോപിയുടെ നേതൃത്വത്തിൽ ആ കഥാപാത്രത്തിൻ്റെ, സത്യൻ എന്ന കഥാപാത്രത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന പോലീസ് സംഘം വിഷ്ണുവിനെ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെയും കൊണ്ടുള്ള അവരുടെ യാത്രാമധ്യേ ലായിക്കും സംഘവും അവരെ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് സത്യനറിയില്ല. അയാൾ കയ്യിൽ കിട്ടിയ പ്രതിയെയും കൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഒരു തവണ അയാൾ നിറയൊഴിക്കുന്നുണ്ടെങ്കിലും അത് അദ്ദേഹം ഉദ്ദേശിച്ച ആൾക്ക് കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ലായിക്കിൻ്റെ കഥാപാത്രം വീട്ടിൽ വന്നിട്ട് പറയുന്നത് സാറിൻ്റെ ഉണ്ട കൊണ്ടില്ല എന്നുള്ളത്. അങ്ങനെയാണ് അയാൾ ഇബ്രുവിൻ്റെ വീട്ടിലേക്ക് രാത്രി ഓടിക്കയറുന്നത്. അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് സത്യൻ അവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സുമ കടന്നു വരുന്നു. സുമ അടുക്കളയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പാണ് വിഷ്ണുവിനെ കാണുന്നത്. സുമയും വിഷ്ണുവും തമ്മിൽ കുറച്ച് സമയം നോക്കി നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതിനുശേഷം അവർ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് കരീം അങ്ങോട്ട് കടന്നു വരുന്നു. കരീമിനൊപ്പം ലായിക്കും അയാളുടെ കൂട്ടുകാരനും കടന്നു വരുന്നുണ്ട്. പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ഒരു ജീവൻ മരണ പോരാട്ടമൊക്കെ ഉണ്ടാവുന്നു. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, നിയമം സംരക്ഷിക്കപ്പെടണം എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ സത്യൻ കണ്ടെത്തുന്ന മാർഗം ഇബ്രുവിനെ ആയുധമേൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അയാൾ അവിടെ കണ്ട ഹോപ്പ്, പ്രതീക്ഷ എന്നത് ഇബ്രു മാത്രമാണ്. ഒരുപക്ഷെ പ്രേമൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കഥ മറ്റൊന്നായിരിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അവരിരുവരും ഇത് ഏറ്റെടുത്തിരുന്നേനെ എന്ന് തോന്നുന്നു. പക്ഷേ പ്രേമൻ കുറച്ചും കൂടി ടെൻഷനും പേടിയൊക്കെ ഉള്ള ഒരാളാണ്. അതേസമയം ഇബ്രുവിൻ്റെ ഉള്ളിൽ വലിയൊരു കരുത്തുണ്ട്. പക്ഷേ ഇത്തരമൊരു സിറ്റുവേഷൻ അയാൾ ഫേസ് ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും ഇബ്രുവിനെ അയാൾ ആയുധമേൽപ്പിക്കുകയാണ്. പക്ഷേ ആയുധമേൽപ്പിക്കുന്നതിന് മുമ്പ് മതഗ്രന്ഥം എടുത്തുകൊണ്ട് വന്ന് സത്യം ചെയ്യാൻ സത്യൻ പറയുന്നുണ്ട്. കാരണം മനുഷ്യൻ വാക്കാൽ പറയുന്ന ഏതൊരു കാര്യത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മതവുമായി ബന്ധപ്പെടുത്തി, വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ചെയ്താൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നീട് അങ്ങോട്ടും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ നടക്കുന്നു. ഏറ്റവും അവസാനം പോലീസുകാർക്ക് മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ എന്ന് സ്വന്തം മതഗ്രന്ഥത്തിൽ തൊട്ട് സത്യം ചെയ്ത ഇബ്രു വിഷ്ണുവിനോട് തന്നെ പൊക്കോളാനാണ് പറയുന്നത്. അവിടെ പാറക്കെട്ടുണ്ട്. ഈ പാറക്കെട്ട് കഴിഞ്ഞ് തൂക്കുപാലമാണ്. അത് കഴിഞ്ഞാൽ നിന്റെ മനസാക്ഷിക്കനുസരിച്ച് ചെയ്യുക എന്നാണ് അയാൾ പറയുന്നത്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ, തലച്ചോറിൽ ഒരുപാട് വനങ്ങളുണ്ട്, പാറക്കെട്ടുകളുണ്ട്, ജീവൻ വരെ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു തൂക്കുപാലമുണ്ട്. ആ പാലത്തിലാണ് വിശ്വാസങ്ങൾ ഏറ്റുമുട്ടുന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. വിഷ്ണു കടക്കാൻ ശ്രമിക്കുന്നൊരു പാലം. ആ പാലത്തിന് കുറുകെ നിൽക്കുന്നത് റസൂലാണ്. റസൂലിൻ്റെ കയ്യിൽ ആയുധമുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. റസൂൽ ആക്രമിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇവരിൽ ആരാണ് മാപ്പ് പറയേണ്ടത്? ഇവരിൽ ആരാണ് വിട്ടുകൊടുക്കേണ്ടത്? അത് തീരുമാനിക്കപ്പെടുന്ന തൂക്കുപാലമുണ്ടല്ലോ, അവിടെ സിനിമ അവസാനിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ആരംഭിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഈ സിനിമ ഒന്നുകൂടി കാണണമെന്ന് തോന്നുന്നുണ്ടോ? അഥവാ അങ്ങനെ തോന്നുകയാണെങ്കിൽ സിനിമ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.